കണ്ടോ കണ്ടോ പൊളിയാണ്. ചാകര ചാകര. എന്റെ ദൈവമേ. വാ വാ കാണാലോ. ഗൈസ് അച്ഛൻ്റെ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. അച്ഛാ എന്താ പരിപാടി? 50 രൂപയ്ക്ക് മത്തി വാങ്ങി. അത് ഞാൻ മുറിച്ചപ്പോ അതിന് തല ബാക്കി വന്നു. 10, 12, 20 തലകളുണ്ടായി. അത് ഞാൻ എന്ത് ചെയ്ത് 4 റിങ് ഉണ്ടായി. അത് കെട്ടിയിട്ട് 250 രൂപയുടെ ഞണ്ട് കിട്ടി. സംഭവം ഇപ്പൊ നിലവില് 50 രൂപയുടെ മത്തിത്തലയും കൊണ്ട് 400 രൂപ ഉണ്ട്. 400 ഗ്രാമിന്റെ നല്ലൊരു ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ ഇതിന്റെ കാലോടെ പോയച്ചാ അതിന്റെ കാലം ഞാൻ പിടിച്ചു കളഞ്ഞതാ. അതെയാ. അപ്പൊ നല്ലൊരു ഞണ്ട് ഉണ്ട് കേട്ടോ. നല്ല മഡ്, നല്ല ഇതുള്ള കഴമ്പുള്ള റെഡാണ്. റെഡ് ഇപ്പൊ അടുത്തത് ഇട്ടിട്ടുണ്ട്. പൊക്കി നോക്കാം. ഇന്ദിരൊക്കെ ഓടി വന്നിട്ടുണ്ട്. ഞാൻ ഷർട്ട് ഇട്ടിട്ടുണ്ടായില്ല കൈസ്, അതാണ് എന്നെ കാണിക്കാത്തത്. ഇവര് ഷർട്ടുമായിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. ഇനി ഷർട്ട് ഇട്ട് എങ്ങനെയുണ്ട് ഞണ്ട്? എങ്ങനെയുണ്ട്? പിന്നെ ഓടുന്നാണെന്നില്ല അപ്പൊ കണ്ടിട്ടില്ലേ? അപ്പൊ അത് എണീറ്റ് കണ്ട എന്തിനു കണ്ടില്ലേ? ചാച്ച അടുത്ത് വലിക്കുന്നുണ്ട്. ചാച്ച അടുത്ത് പൊക്കുന്നുണ്ട്. നോക്കാം നമുക്ക്. നോട്ടെ കിട്ടുമെങ്കിൽ കിട്ടി. കിട്ടി. വലിക്ക്. എന്റെ മോനെ സാധനം കിട്ടി മോനെ. കലക്കി അടുത്ത് പറഞ്ഞിട്ട് കിട്ടി കൈസ്. അടുത്ത് കിട്ടി. പൊത്ത് അതുകൊണ്ട് ഇപ്പൊ പോയാലേ സാധനം. ഇതെന്താ കളയോ? കത്തി എടുത്തില്ല മോനെ. കിട്ടി. അത് ഏതാണ്ട് ഇതിന്റെ അത്രയും വലിപ്പുണ്ട്. കണ്ടാ കളിക്ക്. അച്ഛൻ നോക്കിയാ കടിക്കൂ. അപ്പൊ 300. ഓ എന്താ കാണിച്ച എന്നെ കടിപ്പിക്കല്ലേ. ഇത് കണ്ട ഗൈസ്, നല്ല അടിപൊളി ഞണ്ട്. ഇപ്പൊ അവിടെ പിടിച്ചെടുത്ത് 50 രൂപ മത്തിക്ക്. ഇപ്പൊ 500 ഉണ്ടായി. 500 രൂപ ഉണ്ടായി. തലക്ക് 400. ഇറങ്ങിപ്പോ. പിന്നെ തിന്നാൻ പറ്റാണ് ഞണ്ട് തിന്നൂല മോൻ. അത് നല്ല നമ്മളിന്ന് ഞണ്ട് തിന്നും. ഇന്ന് ഞണ്ട് കറിയാണോ ഗൈസ്? ഞണ്ട് കറി. ഞാൻ ഷർട്ട് നിർട്ടെ. വീണ്ടും ഇട്ടിട്ടുണ്ട്. ഇല്ല. ഓ ഇല്ല. വേറെ ഇട്ടുണ്ട് ഗൈസ്. അച്ഛൻ ഷർട്ട് ഇട്ടു. ഞാൻ ഉറക്കത്തിൽ നിന്നിട്ട് വന്നതാണ് ഗൈസ്. എന്തായാലും ഉറക്കത്തിൽ നിന്നിട്ട് വന്നത് വെറുതെ ആയില്ല. സംഭവം കിട്ടി. അടുത്തത് നോക്കുന്നുണ്ട് അച്ഛൻ. ഓ കാലി ഗൈസ്, കാലി. അതില് കാലിയാണ്, രക്ഷയില്ല. ഇത് ഇഞ്ഞണ്ടാ എന്താ അടുത്തത് ഒരെണ്ണം കൂടി ഇട്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്. നോക്കട്ടെ നമുക്ക്. കോളടിച്ച് ഇന്നാ ഞണ്ട് കറി. ഞണ്ട് കറി ഉണ്ടെങ്കിൽ 2 കറി വേണ്ടെന്നാണ് ഗൈസ്. പൊക്കി നോക്കട്ടെ. പൊക്കച്ച പൊക്ക്. ഇല്ല ഗൈസ്, അതിലൊന്നുമില്ല. ഷോടാ ഇഞ്ഞണ്ടാ പ്രതീക്ഷ. ഇത് ഒരെണ്ണോടെ ഉണ്ടാവുമ്പോ എന്താ കൂടെ അറിയാം. നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും അല്ലേ? അടുത്തതിലുണ്ടാവും. വാ അമ്മേ വീടല്ലേ? അച്ഛ ഇപ്പൊ ചാടി കൊണ്ട് വീണാണ്. ചാടിക്കും ഇങ്ങോട്ട്. ചാട്. ഒറ്റ ചാട്ടം. ചാട്. പോക്ക്. വെള്ളം ഇല്ല ഇവിടെ. കിട്ടുള്ളത് വെള്ളം വേണ്ടേ? എനിക്ക് നല്ല ഫസ്റ്റ് വെള്ളമുള്ളടത്താ കിട്ടിയെന്ന് തോന്നുന്നു. ഇത് ഇവിടെ ഇട്ടു അച്ഛൻ, ഈ മൂലക്ക്. അതെന്ന് ഇവിടെ ഇട്ടത്. ഇത് ഞാൻ പറഞ്ഞോടത്തിരുന്നുണ്ട് ഗൈസ്. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇട്ടത്. ഈ മൂലക്ക് നിന്ന് അങ്ങോട്ട് ഇട്ടെ. ഇവിടെ എന്താ ഞണ്ട് കിട്ടും. ഇത് ഈ മൂലക്ക് നിന്ന് അങ്ങോട്ട് ഇട്ടെ. കിട്ടും. ഇത് ഇവിടെ കിട്ടും ഗൈസ്, കിട്ടും. വലയെ പോകുന്ന ചേട്ടനെ, അല്ലെങ്കിൽ അവരങ്ങോട്ട് പോകണ്ട. മറ്റേ തലാറ്റേക്ക് തിന്നാൻ കൊടുക്കൂലട്ടാ. തിന്നാൻ കൊടുക്കാതെ അച്ഛൻ കെട്ടിയേക്കണത്. തിന്നാൻ കൊടുക്കാതെ പിടിച്ചെടുക്കാൻ ഞണ്ടില്ല. എന്തായാലും 2 വലിയ ഞണ്ടും ഒരു ചെറുതും കിട്ടി ഗൈസ്. എന്തായാലും ഈ തവണ പിടിച്ചതിൽ വന്നത് മുതലായി. കണ്ടില്ലേ? ഇത് നേരത്തെ കിട്ടിയതാണ് അച്ഛൻ ഈ ഒരെണ്ണം കിട്ടിയിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വ്ളോഗ് എടുക്കാന്ന് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ഇതും കൂടി കിട്ടി. സംഭവം എന്തായാലും ടമാർ പടാർ നടക്ക് വിട്ടോ. അടുത്ത പ്രാവശ്യത്തെ പൊക്കയിൽ നമുക്ക് വീണ്ടും കാണാം. ഞണ്ട് പിടുത്തം വ്ളോഗാണ് ഗൈസ്. ഞണ്ട് പിടുത്തം മാത്രല്ല, ഞണ്ട് കറി വെക്കലും അല്ലേ, എല്ലാം കൂടിയാണ്. എന്നാ വാ. വല ഇടണ്ടേ? അവിടെ ഞണ്ടിഞ്ഞ് കയറണം. നമ്മ എറിയിട്ട് വെച്ചേക്കാണ്. ഇനിയിപ്പോ നമ്മള് എറിയിട്ട് വെച്ചതല്ലേ. ഇനി ഞണ്ട് കുറച്ച് കഴിയുമ്പോ ഞണ്ട് വരുമ്പോ നമുക്ക് വലിച്ചു പൊക്കി എടുക്കാം. അത് തന്നെ സംഭവം. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് പോയിട്ട് അടുത്തതിൽ വരുമ്പോ കാണാം. കോളടിച്ച് നോക്ക്. അടിപൊളി കിട്ടി. ഇപ്പൊ ഉണ്ടായിരുന്നല്ലേ അതുപോലെ തന്നെ കിട്ടി വരണം. ഞാൻ അച്ഛൻ്റെ അടുത്ത് ആ ഒരു ഞണ്ട് കണ്ടോണ്ടാണ് എടുക്കാൻ വേണ്ടി പോയതേ. നോക്കുമ്പോ അതുപോലെ തന്നെ ഒരെണ്ണോടി കിട്ടി.
നമുക്ക് പൊളിക്കാട്ടോ ഞണ്ട് കറി. അല്ല കഴിഞ്ഞിട്ടില്ല, അവിടെ വലിക്കട്ടെ. ഇനിയും കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് കഴമ്പെടുത്ത് വലത്താം. അതെ, അത് കൊറേ ആയില്ല അങ്ങനെ വലിച്ചിട്ട്. ആ സെറ്റ്. ഇവിടെ ഒരാള് ബൈക്ക് എടുത്ത് ഒന്ന് ഓടിക്കാൻ വേണ്ടി പോയിണ്. കുറച്ച് ദിവസമായി ബൈക്ക് ഓടിച്ചിട്ടല്ലേ? ഓ അതറിയില്ല, ബൈക്കിന്റെ അങ്ങോട്ട് തന്നെയാ. ഓണാക്കാ, ഓണായില്ലേ? നെക്കി പിടിക്കും. രണ്ടും കൂടി വണ്ടി എടുത്ത് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞങ്ങളത് അടുത്തൊരു പിടുത്തത്തിന് വേണ്ടിയാണ് ഇറങ്ങിയിട്ടുണ്ട്. നോക്കാം നമുക്ക് ഇന്ന് എന്താകുന്നു അല്ലേ അച്ഛാ? കിട്ടുമോ നോക്കാം. അതെ, വേണ്ട നമ്മുടെ വീടിന്റെ മുമ്പിലുള്ള പറമ്പാണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ വീട് ശരിക്കും പറഞ്ഞാൽ കാണണമെങ്കിൽ ഇവിടെ നിന്ന് നോക്കിയാലാണ് നമ്മുടെ വീട് കാണുക. വീട് കണ്ട, വീടിന്റെ ശരിയായ വ്യൂ ആണെങ്കിൽ ഇവിടെ നിന്ന് നോക്കണം. ഇവിടെ നിന്ന് നമ്മുടെ മുമ്പിലുള്ള പറമ്പാണ് ഇത്. ഇവിടെ കംപ്ലീറ്റ് ഏറ്റാണ്, കള്ളിയെത്താ ഫുള്ള്. ഇതൊക്കെ കള്ളിയത്തിൻ്റെ ഇതാണ്, മറ്റേ പാട്ടം അല്ല അച്ഛാ? ചാപ്പ നോക്കാം ഗൈസ്. അടുത്തൊരു പരീക്ഷണം കൂടി നമുക്ക് നോക്കാം, എങ്ങനെയുണ്ടാവും. ഓഫ് ഗൈസ്, അതിലില്ല കാലി. അതാദ്യം പൊക്കിയാൽ മതിയായിരുന്നു. ഒച്ചകെട്ട് അനങ്ങും. പൊക്ക് അതിലുണ്ടാവും. ചേടാ, ഇത്തവണ ചതിച്ച് ഗൈസ്. പക്ഷേ ഞാൻ പറഞ്ഞ സാധനത്തിലാണ് എനിക്ക് പ്രതീക്ഷ. ഞാൻ അവിടെ ഇടാൻ പറഞ്ഞില്ലേ, അതിലുണ്ടെങ്കിലേ ഉള്ളു. കിട്ടിയാ? അതൊക്കെ ഒരേ സൈസ് അല്ല അച്ഛാ. ഇത് നോക്ക്, ഇതിനകത്ത് കിടക്കണത് നോക്ക്, രണ്ടെണ്ണം. ഓ ഇത് വലുതാണ് കുറച്ച്. അല്ല എല്ലാം ഒരേ സൈസിലേ ഗൈസ്. ഇന്ന് പൊളിച്ച് ഇത് കണ്ട, അടിപൊളി. പൊക്കല്ലേ? പൊളിച്ച് കൈസ്, പൊളിച്ച്. ഇന്നെന്താ ആരെ കാണിക്കണ്ടേ നമ്മള്? ഇന്ന് സത്യം പറഞ്ഞ ആരെ കാണിക്കണ്ട? ഭയങ്കര ഞാൻ വന്നോണ്ടാന്ന് നോട്ടാ, ഫുൾ ചാകരൻ നിന്ന്. എന്തോ മോനെ, ഇന്ന് ഞണ്ട് കയറി ചാവല്ലോ നമ്മള്. അടുത്ത നോക്കട്ടെ, ഇതിലും കൂടി കിട്ടുമോ നോക്കാം ഗൈസ് നമുക്ക്. പൊക്കച്ച വലിയ. ഓഹ് അതില്ല ഗൈസ്, കാഞ്ഞിട്ട് ഞാൻ പറഞ്ഞെടുത്തു. അതിലാന്ന് ഞാൻ പറഞ്ഞേ. ഇതിൽ മിക്കവാറുണ്ടാവും. സജുമോൻ പറഞ്ഞതിനകത്ത് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. വലിയ എന്തുണ്ട് ഞാൻ പറഞ്ഞ പച്ചക്കാലൻ മോനെ കടല കിട്ടിയില്ല. പച്ചക്കാലൻ ഗൈസ് കണ്ടരാ. മോനെ എന്തായത് അച്ഛാ? ഞണ്ട് പിടിക്കാൻ പണിക്ക് പോയിട്ട് വരെ കിട്ടിയിട്ടില്ലല്ലോ ഇങ്ങനെ മര്യാദക്ക് ഞണ്ട്. ഇത് പൊളിച്ച്. ഇതില്ലേ പച്ചക്കാലാണ് ഗൈസ്, പച്ചക്കാലം മഡ് എന്ന് പറയും, മഡിന്റെ ചെറുത്. ഓഹോ കാലക്കി. എന്തുണ്ട് ഞാൻ പറഞ്ഞിടത്തല്ല ഇട്ടത്? അപ്പൊ അങ്ങനെയായി. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല അവിടെ കിട്ടുമെന്ന്. അച്ഛൻ നേരത്തെ അപ്പുറം കൊണ്ടിട്ടിരുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തോണ്ട് സെറ്റായി. ഉണ്ടാ പൊളിച്ച് കൈ. സത്യം പറഞ്ഞിപ്പോ നമുക്കുമായി കൊടുക്കാനുമായി. ഇത് ഞണ്ടുകൊണ്ട് ചാകരയാണ്, കൊടുക്കുന്നൊന്നുമില്ല നമ്മള്. ഞണ്ടുകൊണ്ട് ഉള്ള ഉത്സവമാണ്, തകർക്കും. ഇട്ട് മക്കളെ വീണ്ടും പച്ചക്കാലൻ കിട്ടി. പച്ചക്കാലൻ വണ്ടി റോട്ടിൽ നോക്കല്ല, ആൾക്കാർക്ക് പോണ്ടേ. നികേ ചാകരടിന്ന് എന്റെ പൊന്നുമോളെ പച്ചക്കാലനും കിട്ടി. പിന്നെ അല്ലാണ്ട് വേറെ നോക്കിയ നീ അങ്ങനെ ഉണ്ടാവല്ലേ. ഇനിയിപ്പോ നാളെ തൊട്ട് ചിലപ്പോ ബഹളം ഒരു കൊള്ളു. ആന്ന് പച്ചക്കാലിനും കിട്ടി. ഇപ്പൊ അതേ സൈസിൽ തന്നെയാണ് പച്ചക്കാലം കണ്ടാ നീ. രണ്ടെണ്ണം കിട്ടി ഈ പോക്കിന്. നമുക്ക് എത്ര കിട്ടും നോക്കാം, ചാകരയാക്കാം നമുക്ക്. അതന്നെ, എത്ര കിട്ടും നോക്കിട്ട് ബാക്കി അച്ഛന് കൊടുക്കുകയും ചെയ്യാം. എന്തായാലും നമുക്ക് സംഭവം നമ്മൾ പൊളിച്ചു. അച്ഛന്റെ ബോക്സിലേക്ക് കെട്ടുന്നുണ്ട് ആൾക്കാരാ. എന്റെ അമ്മേ, അച്ഛൻ മൂടാനില്ലേ അത്? കണ്ടാ കാലക്ക് ഗൈസ്. ഓ അത് വെച്ചാ അത് കെട്ടണം, അല്ലെങ്കിൽ പണിയോ. ഈ തെർമോക്കോളം പിടിച്ച് അഴിഞ്ഞു വരും. എന്റെ മോനെ ചക്ക സ്പീഡിലാണല്ലോ വരുന്നത്.
എന്ത് സ്പീഡ്, എന്ത് സ്പീഡ്. എന്റെ മോനെ ഭയങ്കര സ്പീഡല്ല അത്. ആരാ വരുന്നേ നോക്കിയത്? അമ്മ കയറി പോന്നാ പോരായിരുന്നില്ലേ അമ്മേ? അച്ചാമ്മനെ കയറ്റി കൊണ്ടുവന്നാ പോരായിരുന്നില്ലേ? അമ്മ എവിടെ പോയതാ? ഫിഷറീസിലാ? ഫിഷറി. അതെയാ, എന്നിട്ട് നടന്നില്ല? ചാകരന്ന്, ചാകര കണ്ടിരാ അമ്മ? ഇങ്ങ വാ, കാണിച്ചരാ, കാണിച്ചരാ, വാ. തുറന്നോക്ക്, തുറന്നോക്ക്, തുറന്നോക്ക്. പടപടേന്ന് പിടിച്ചാന്ന് ഇപ്പൊ. ഇപ്പൊ കിട്ടിയതോ ചാകര പോലെ എല്ലാം നല്ലണ്ട. ഇന്ന് ചാകര രണ്ട് പരിപാടി. അതിലങ്ങനെ സൈഡ് വെച്ചാൽ മതി. ഇല്ല, അങ്ങനെ വെച്ചാൽ കുഴപ്പമില്ല, വെയിറ്റ് ഉണ്ട്, അതിൽ പ്രശ്നമില്ല. ഗൈസ്, ഞണ്ട് കിട്ടിയോടെ എല്ലാവർക്കും ത്രില്ലായി. കുടുംബം അടക്കം ഇപ്പതേ പറമ്പിലായി. എല്ലാരും പോന്ന്. അമ്മയും അല്ല, ഈ പ്രാവശ്യം ഞണ്ട് കിട്ടിയില്ലെങ്കിൽ എന്നെ അച്ഛനെയും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇവരുടെ വർക്കത്തോലിരിക്കും. ഞങ്ങള് വന്നപ്പോ ഒക്കെ ഞണ്ട് കിട്ടി. പിള്ളേഴ്സും അച്ഛനും ഞാനും വന്നപ്പോ ഞണ്ട് കിട്ടി. ഇപ്പൊ നികിയും അമ്മേനും ഇതിനകത്ത് എക്സ്ട്രാ വന്നേക്കണത്. ഇതില് ഞണ്ട് കിട്ടിയില്ലെങ്കിൽ അല്ല, ഇതില് ഞണ്ട് കിട്ടിയില്ലെങ്കിൽ ഇവരുടെ കുഴപ്പമാണ്. ഒച്ചയ്ക്ക് പോവും, ഒച്ചയാക്കണ്ടു. ഇനി ഇവരാണ് ചുരിദാറാണല്ലോ നമ്മ ഇട്ടേക്കണത്. നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്. അതെ അതെ, അച്ചാമ്മയും അമ്മയും അവരുടെ പ്രശ്നം കൊണ്ടാണ്. ഓക്കെ നോക്കാം നമുക്ക്. മിണ്ടല്ല മിണ്ടല്ല, എല്ലാരും ഒച്ചയാക്കല്ല. അവിടെ ഇങ്ങ് വാ, മെല്ലെ ചവിട്ടിയോ, അല്ലെങ്കിൽ പോയി കളയും. ഒച്ചയാക്കല്ല അധികം. നമ്മളിങ്ങനെ ഇതെല്ലാം അറിയും ഇവര്. ഏതാ പൊക്കുന്നേ? അത് പൊക്ക, അത് പൊക്ക, അത് പൊക്ക. ആദ്യം അച്ഛനെല്ലാം ഒച്ചയാക്കാൻ കുപ്പി ഔട്ടി പൊളിക്കുന്ന. ഓ, നിങ്ങളെല്ലാം കൂട്ടിയ പോലെ തന്നെ. അടുത്തത് എനിക്ക് നോക്കുന്നത്. വേമ്പൊക്ക്, വേമ്പൊക്കടി, അനക്കല്ല അങ്ങനെ. അയ്യേ, ഇതിനൊക്കെല്ലാം എന്ത് വർക്കത്താടി. അയ്യയ്യോ, രണ്ടും കണക്ക് തന്നെ. അമ്മയും മോളെ വെറുതെ കൂട്ടി. ഒച്ചാക്കല്ലേ, എന്തൊരു ഒച്ചാക്കല്ലേ. നിങ്ങ ഇങ്ങനെ ഒച്ചാക്കിയാൽ എങ്ങനെയാണ്? അയ്യോ, തൊട്ട് തീണ്ടുന്നില്ല. രണ്ടും രണ്ടിനെയും കൊണ്ട് വെറുതെ വന്ന് 10 1 ഞണ്ട് കടിക്കുന്നില്ല അച്ഛാ. എന്ത് കഷ്ടമാണ് ഈശ്വരാ. വാവൊക്കെ ആവൂല, ഞണ്ട് പോയി പോവും. നിങ്ങളെല്ലാം എന്തിനു കൊള്ളാം. ഇത്ര ഉള്ളു ഇതും. അതുകൊണ്ട് കിട്ടിയത് നോക്കിട്ടെ. അയ്യേ, ഭാഗ്യമില്ല. ആ ബക്കറ്റ് കൊണ്ട് എടുത്ത് തൂക്ക് പോയിട്ട് ഓടിപ്പോട്ടെ ചെല്ലി. ഇച്ചളെ കൂടെ അത് ഇതിലേ കിട്ടുള്ളപ്പ കരിക്കാച്ചു പോലത്തെ. എന്തൊരു കഷ്ടാന്ന് നോക്കി. അത് പോയി പോക്ക്, അത് പോയി പോക്ക്. ഏതാ ഉള്ള ഇതാണോ? 2 ഉണ്ടാ? സ്പീഡിൽ പോക്ക്, പെട്ടെന്ന് വലിക്കണേ. കമ്പ് 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 കമ്പേ എന്തൊരു മാർക്ക് ബാക്കിന്ന്. സ്പീഡിൽ വയ്ക്കണേ എനിക്ക്. വലിക്കടി വേഗം. ഓ, രക്ഷയില്ലപ്പ കിട്ടും. കണ്ടില്ലേ? എടി മെല്ലിടർ ഇവിടെ ഉണ്ട് വരണം. ഇതില്ല അച്ഛാ, കയറാണോ? ഇല്ലടി, ഒന്നുമില്ല. അയ്യയ്യേ, അയ്യയ്യേ, നാണക്കേട്. അമ്മക്കാ ഞാൻ കൊടുക്കാം. ഇത് നികിക്ക് ഒരു കുഞ്ഞാണ്ട് നികിക്കും, ഒരു കുഞ്ഞാണ്ട് അമ്മക്കും. സംഭവം മതി മതി മോളെ. ഇല്ല മോളെ, എന്ത് അതിലരയൊന്നും ഇല്ല മോളെ. എറിയില്ല, ബാ മതി. ഇനി കഴിഞ്ഞ്, ഇനിയാണ്ട് ഇനി തീർന്നു, ഇറക്കായി. അന്നേരം ഒന്നല്ല, നിങ്ങ വന്ന് പോയി പോ. പറഞ്ഞല്ലേ വരണ്ടാന്ന് വെച്ചോടല്ലോ. ഞാൻ വിളിച്ചിട്ട് വന്ന അങ്ങനെ പോറ. എനിക്കറിയാം ഞണ്ട് കിട്ടൂല. അപ്പൊ 2 ഇറ്റകളുടെ തല്ലിട്ട് കൊടുക്കാൻ വെച്ചിട്ട്. ബാ ബാ ബാ. ബാലവേല എന്ന് പറഞ്ഞതാണ്. ബാലവേല എന്താടി പിള്ളേരെ കൊണ്ട് നീ ബാലവേല ചെയ്യിക്കുന്ന? അടിച്ചു വാരിക്കുന്ന? ഇത് നിയമത്തിനെതിരാണേ. ചെറിയ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ അടിച്ചു വാരിക്കാനൊന്നും പറ്റില്ല. അങ്ങനെയാ? അടിച്ചു വാരുന്നുണ്ടോ? എന്ത്
ഗൈസ് നമ്മുടെ ഞണ്ട് നമുക്ക് റെഡിയാക്കണ്ടേ അല്ലേ? ഞണ്ട് എന്തായാലും നമ്മൾ വിചാരിച്ചത് ഈ വ്ളോഗിൽ തന്നെ നമുക്ക് നാളെ രാവിലെ അങ്ങ് എടുക്കാന്നുള്ള പ്ലാനാണ്. അപ്പൊ ഇന്നിപ്പോ വൈകുന്നേരമായി, ഇവരിത് ഇവിടെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ വ്ളോഗില് അധികം നീട്ടാനൊന്നുമില്ല, നമുക്ക് നേരെ ഞണ്ട് കറിയിലേക്ക് അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പൊ നാളെ രാവിലെ ഞണ്ട് കറി വെച്ച് കാണാം. ഓക്കെ ഗൈസ്. ഇപ്പൊ എന്തൊക്കെയോ പ്ലാൻ മാറ്റിയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് നാളെ കാണാം. ഓക്കെ, അച്ഛന്റെ കയ്യെ പിടിച്ച് നിക്കണത് നോക്കിയേ. പോവോ പെടക്കണ പെട കണ്ടാ തോട്ടീന്ന് ഇവരെ പിടിക്കാൻ അറിയാന്നുണ്ടെങ്കിൽ പിന്നെ ഇനി എന്റെ അമ്മ എന്റെ കൈ എങ്ങനെ മൊബൈൽ കടിച്ച് പൊട്ടിച്ചോളെ കേട്ടാ. അപ്പൊ എന്തായാലും നമുക്ക് ഇവനെ അങ്ങോട്ട് ഇവന്റെ ഓടിച്ച് നമുക്ക് അങ്ങോട്ട് സെറ്റ് ആക്കിയാലോ. അപ്പൊ നമ്മളിന്ന് എന്താ ആക്കാൻ പോണേന്നറിയാമോ? അത് പറഞ്ഞില്ലല്ലോ. നമ്മളിന്ന് ഷാപ്പിലെ ഞണ്ട് കറിയും കപ്പയുമാണ് ആക്കാൻ വേണ്ടി പോകുന്നത്. അതെ, പാൽക്കപ്പില്ല, എന്നാലും കപ്പ മറ്റേ പൊടിച്ചത് അല്ലെ, ഷാപ്പിലെ കറിയും കപ്പയും. ഇത് മാത്രല്ല, അതെ ആളിനകത്തുണ്ട് തുറന്നേമത്. ബാക്കി ആൾക്കാരൊക്കെ അത് കിടപ്പുണ്ട്. എല്ലാരെയും നമ്മളിന്ന് ശരിയാക്കാൻ വേണ്ടി പോയിണ്. തുടങ്ങിയാലോ എന്നാ പിന്നെ ബാ. ഇന്ന് നമുക്ക് പുറത്തൊരു ഔട്ട്ഡോർ കുക്കിംഗ് ആക്കാം. എപ്പോഴും നമ്മൾ ഇൻഡോർ അല്ലേ, ഇന്നൊരു ഔട്ട്ഡോർ കുക്കിംഗ്. ബാ, ഓക്കെ റെഡി. അച്ഛാ ഓടിച്ചോ. എന്തായാലും നാളെ കുളിപ്പിച്ചങ്ങ് എടുക്കാട്ടോ ചെറുതായിട്ട്. ഓക്കെ, ആദ്യം തന്നെ ഉള്ളതില് മൂത്തോനെ തന്നെ പിടിക്കച്ച. ഇവനാണ് ആദ്യം കിട്ടിയത്. അവനെ തന്നെ പിടിക്കാദ്യം. ഇവനാണ് ആദ്യം കിട്ടിയത്. അത് തന്നെ. കാലം അങ്ങോട്ട് ഓടിച്ചെടുക്കട്ടെ ഗൈസ്. ചവിട്ടി പിടിച്ചാൽ ഒടിക്കുക. അമ്മ അയ്യാ, എന്നെ കൈക്കൊണ്ടാക്കല്ല അച്ഛാ. പൊട്ടിക്ക് വിട്ടളയല്ല, ഇനി വിട്ടാ പണിയാ. ഓക്കെ റെഡി. സംഭവം കഴിഞ്ഞ്, പരിപാടി കഴിഞ്ഞ് ഗൈസ്. ഓക്കെ, അപ്പൊ എല്ലാത്തിനെയും ഒന്നങ്ങനെ ഓടിച്ചെടുക്കട്ടെ. ഇതിവിടെ നെക്കി നോക്കലാ ചെയ്യുക പൊതുവെ. നമ്മൾ എല്ലാവർക്കും അറിയാം, ഞണ്ട് നോക്കുമ്പോൾ മഡാണോ ഇതാണെന്നൊക്കെ അറിയാൻ വേണ്ടി അവിടെ നെക്കി നോക്കും. നെങ്ങുന്നുണ്ടെങ്കിൽ അത് വാട്ടർ എന്ന് പറയും. എല്ലാത്തിനെയും ഇതുപോലെ അങ്ങനെ ഒടിച്ചങ്ങ് എടുക്കട്ടെ ഞങ്ങള്. പിടി ഒരെണ്ണം അമ്മ ഓടിക്കട്ടെ അച്ഛാ. അച്ഛോയ് ഒരെണ്ണം നിക്കും കൊടുക്ക്. പണ്ടമ്മ കണ്ടുപിടിച്ചിട്ട് ചൂണ്ടടിച്ചു. ഒരു കൈ ഉണ്ട്, ഒരു കൈയിൽ ഇങ്ങനെ വെച്ച് ഈ കൈ കടിച്ച് ഈ കൈ അടുത്ത കൈയും വെച്ച് കൊടുത്തു. അടുത്ത കൈയും വെച്ച് കൊടുത്തു. ഇരുന്ന് കരയുന്നു. കൊള്ളാം. ഒരു ബക്കറ്റ് ഞണ്ട് അല്ലേ? അങ്ങനെ പുഴയിലെ ഞണ്ട് ഉരുളിയിലായിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോ നമ്മുടെ വയറ്റിനകത്താവും അല്ലേ? ഇനി ഒന്ന് കുളിപ്പിച്ചങ്ങ് എടുക്കാം. വെള്ളത്തിൽ കിടന്നാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് കുളിപ്പിക്കണമല്ലോ ഒന്ന്. അപ്പൊ ഒന്നാൾ കംപ്ലീറ്റ് ആണ് നമ്മ കഴുകി അങ്ങോട്ട് എടുക്കാൻ വേണ്ടി പോയാ. ഞണ്ടിനെ കുളിപ്പിക്കുന്ന അമ്മ ഇനി വൃത്തിയായിട്ട് അങ്ങ് കഴുകി അങ്ങ് എടുക്കട്ടെ. ഇത് ഓടിപ്പോട്ടെ ഇതിന്ന് ശരിക്കും. ഈ ഞണ്ടിനുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ഇതുപോലെ തോട്ടിലേക്ക് വിട്ട പുഴയിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ഇത് കാല് വെക്കും, വീണ്ടും കാല് ചെറുങ്ങനെ മുളച്ചു വരും. കുഞ്ഞിക്കാലായിട്ട് വീണ്ടും മുളച്ചു വരും. ഞണ്ട് നിരത്തി വെച്ചത്, ഇത് വലിപ്പം കൂടിയത് അതിന്റെ ചെറുത് കറക്റ്റ് അതിന്റെ ചെറുത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഓരോരോ പണികളായിട്ട് അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇത് ഇവിടെ ഉള്ളി, പച്ചമുളക്, സവാളയൊക്കെ ഇഞ്ചിയൊക്കെ വൃത്തിയാക്കൽ പരിപാടിയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അമ്മ അപ്പുറം ഞണ്ട് കഴുകാൻ പോയിട്ടുണ്ട്. അച്ഛൻ ഒരു തവണ ഇങ്ങോട്ട് റിങ് വലിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇനി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഞണ്ടിനെ കൂടി കാണാം. ഓക്കെ, പിള്ളേഴ്സ് രണ്ടും സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളാണ് ഇവിടെ ഇങ്ങനെ നിന്ന് ഇതൊക്കെ ചെയ്യുന്നത്. ഇനി വൈകുന്നേരം അവർ വരുമ്പോ നമുക്ക് അവർക്ക് കൊടുക്കാം ഇതെല്ലാം ആയിട്ട്. അപ്പൊക്കും വൃത്തിയാക്കി എടുക്കട്ടെ. ചെറുതാണല്ലേ, ഒരു ചെറുതിനെ കിട്ടിയേട്ടാ, ഒരു മടലും കിട്ടിയിട്ടുണ്ട് കൂടെ. കടിച്ചിട്ട് വിടുന്നില്ല അത്. എന്തോ സംഭവം കയറ്റുന്നല്ലേ? അറിയാം. ഞണ്ടിന്റെ ഇതിന്റെ തന്നെ കാലൊടിച്ചിട്ടില്ലേ, ഇതിനിടയിൽ കയറ്റും. അതിനെന്തോ ഒരു പേര് പറയാനുണ്ട്. നമ്മള് കെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അതിന്റെ പീസ് ഒടിച്ചിട്ട് ഇതിന്റെ ഈ പീസ് പൊട്ടിക്കും. എന്നിട്ട് ഇതിന്റെ കാലിന്റെ ഈ സൈഡിൽ കയറ്റും. അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി കടിക്കാൻ കഴിയില്ല. അവിടെ വെച്ച് ഇനി ആ കാല് അനക്കാൻ കഴിയില്ല, ഈ കാല് ഇതിന്റെ ഇടക്ക് അതും കയറ്റി കൊടുക്കും. ഇനിയിപ്പോ ഈ പുള്ളി കടിക്കാൻ കഴിയില്ല.
ഈ മനുഷ്യന്മാരൊരാള് കാരണല്ലേ ഈ കോഴി പോത്ത് ഇനി ഇതിന് കാല് നീ വരൂല, പിടിക്കണ്ട, നിന്റെ കാല് ഇതാവൂല, കടിക്കാൻ പറ്റില്ല. അതെങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നല്ല സുഖം കിട്ടും. ആ ഊരി പോയിട്ടുണ്ടെങ്കിൽ അവര് വൃത്തിയിലാണ് കുളിപ്പിക്കമ്മേ, നല്ല രീതിക്കാണ് കുളിപ്പിച്ചാൽ എടുക്ക്. അപ്പൊ മാത്രമാണ് കട്ട് ചെയ്ത് കളയാട്ടാ. ഇതൊരു പ്രത്യേക രീതിയിൽ ഒടിച്ചെടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും, ഈ കറി കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഫുള്ള് ഇതിന്റെ ഞരമ്പിച്ചിക്കാലം എന്ന് പറയുന്നത്, നമ്മള് ഞരമ്പിച്ചിക്കാലൊന്നും ഒടിക്കാണ്ട് ഇതിന്റെ ഈ കുഞ്ഞു കുഞ്ഞു കാല് മാത്രം ഒടിച്ചെടുക്കുക. പകുതി ഒടിച്ചാലും കുഴപ്പമില്ല, ഇതാ പകുതി കളഞ്ഞാൽ മതി, പകുതി വെച്ചാൽ മതി. ആ അതിന്റെ അപ്പുറം കളഞ്ഞാൽ മതി. ആ രീതിക്ക് കളഞ്ഞാൽ മതി. അങ്ങനെ അങ്ങനെ പിടിച്ചിട്ടാണ് അങ്ങ് ഓടിച്ചോളാം. അച്ഛനും കൂടി കൂടിയിട്ടുണ്ട്. ഇവർ രണ്ടാളും കൂടി ഇതിന്റെ ഞരമ്പിച്ചിക്കാലം ഓടിക്കട്ടെ ഗൈസ്. ഇതിനെ ഇങ്ങനെയാണ് വൃത്തിയാക്കിയിട്ടുള്ളത് കേട്ടോ. അതായത് ഫുള്ള് ഒടിക്കാണ്ട് ഈ കറിക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ഇതെല്ലാം കളഞ്ഞ് ഈ രീതിക്ക് മാത്രമാക്കി എടുക്കും. അങ്ങനെ ഞണ്ടൊക്കെ ഒടിച്ചെടുത്ത് അല്ലേ അമ്മേ? പോകും, നമ്മുടെ വയറ്റിലേക്ക് അതെ. ചെല്ലി ചെല്ലി നിന്റെ റെഡിയായോ? അതെ. ഇവിടെ അങ്ങനെ എല്ലാരും കൂടി സമ്മിശ്രമായിട്ടുള്ള ഒരു കുക്കിംഗ് ആണ്. അതെ, ഇവിടെ ഞാൻ ഈ ഇടക്കിടക്ക് വീഡിയോ കാണിക്കുന്നേ ഉള്ളൂ. ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പറഞ്ഞു കൊടുക്ക ഞാൻ ചെയ്തെന്താന്ന്. അപ്പൊ ഈ ഗ്യാസ് എല്ലാം അവിടെ കൊണ്ട് വെച്ചതാരാ? അവിടെ എല്ലാ ഗ്യാസും തഗ് എല്ലാം നല്ല കാറ്റുണ്ടല്ലോ. നമ്മളെങ്ങനെയാ കാറ്റിനെ കുക്ക് ചെയ്യാൻ പറ്റുമോ? പുറത്തുനിന്ന് ഔട്ട്ഡോർ കുക്കിംഗ് നടക്കുവോ? നോക്കാം, നമുക്ക് നോക്കാം. എന്തെങ്കിലും നമ്മളെല്ലാം എന്ത് വന്നാലും നമ്മൾ അതിനെ അതിജീവിക്കും പറയുമല്ല. അപ്പൊ അതുപോലെ അതിജീവിക്കാം നമുക്ക്. കിഴങ്ങതേ ഇവിടെ തൊണ്ടൂരി വെച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും കൂടി. നികിത ഇവിടെ ഉള്ളിയൊക്കെ സെറ്റായി, ചെറുള്ളി സെറ്റായി, എല്ലാം ആയി. നമുക്ക് നേരെ കുക്കിങ്ങിലേക്കാണ് കടന്നാലോ? ഓക്കെ ഓക്കെ. പരിപാടികളൊക്കെ അടുത്ത് തുടങ്ങാൻ വേണ്ടി പോയിട്ടാ അല്ലെ എനിക്ക് ആരംഭിക്കാൻ വേണ്ടി പോയിട്ടാ. അതേ ഉരുളി ഇവിടെ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതെന്താന്ന് കാണിച്ചു കൊടുത്തേ? കിഴങ്ങ്. നമ്മള് നേരത്തെ വൃത്തിയായി കിഴങ്ങ് ഒന്ന് വെള്ളത്തില് ഒന്ന് ചെറുങ്ങനെ കളയാൻ. കിഴങ്ങിൽ എന്തോ ഒരു വിഷാംശം ഉണ്ടെന്നൊക്കെ പറയാറുണ്ട് എല്ലാവരും. അതൊക്കെ കളയാനും എല്ലാത്തിനും നല്ലതാ. അപ്പൊ അച്ഛനും അമ്മ അതേ ഇവിടെ അമ്മ തക്കാളിയുമായി കടന്നു വന്നിട്ടുണ്ട്. അച്ഛൻ്റെ ഇവിടെ ചെറുള്ളി, സവാള ഇതെല്ലാം ഇവിടെ റെഡിയാണ്. ഈ നമ്മുടെ കുക്കിംഗ് അവിടെ ആരംഭിക്കാൻ വേണ്ടി പോയാണ് ഗൈസ്. അമ്മേ, ഇപ്പുറത്തെ കാര്യം അപ്പുറത്ത് ഒളിഞ്ഞു നോക്കാൻ പാടില്ല. അല്ല, ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തെ കാര്യം ഒളിഞ്ഞു നോക്കാൻ പാടില്ല. മതലിന്റെ അപ്പുറത്ത് എത്തി നോക്കുന്നു. അപ്പൊ എന്റെ പിന്നാമ്പുറ കാഴ്ചകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാളും ഒളിഞ്ഞു നോക്കണം പോയിട്ട്. എടി വാടി, ഈ കണക്കിൽ അവിടെ എന്താ വിശേഷം നടന്നൊക്കെ അറിയാവൂലല്ലോ. ഇവിടെ പെണ്ണുങ്ങളുടെ ഓരോരോ കാര്യം പറഞ്ഞാലേ നിങ്ങൾ പറയിപ്പിക്കലട്ടെ എല്ലാ പെണ്ണുങ്ങളെ കൂടി. ആ അപ്പൊ ഇവിടെ ചട്ടി ചൂടായാ? കൊണ്ടാ നിങ്ങൾക്കുണ്ടാ തൊടിയിപ്പിക്കാൻ ഞാൻ. ചട്ടി ചൂടായെങ്കിലേ നമ്മുടെ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക. വെളിച്ചെണ്ണക്ക് ഇപ്പൊ ഞാൻ കീഴിൽ പോയി വാങ്ങിയിട്ട് വന്നതാണ് ഇപ്പൊ. അതെയാ? സ്വർണത്തിന് വില കുറഞ്ഞോണ്ടായിരിക്കും വെളിച്ചെണ്ണക്കും വില കുറഞ്ഞല്ലേ. അച്ഛൻ്റെ ഇവിടെ കാറ്റടിക്കുന്നുണ്ട്. കാറ്റിന് പ്രശ്നപരിഹാരവുമായിട്ട് അയ്യ ഉണ്ണികൃഷ്ണൻ വന്നിട്ടുണ്ട്. ജീരകം ഇഷ്ടമുള്ളവര് മാത്രം ഇട്ടാൽ മതി, ഇല്ലാത്തവര് ഇടണമെന്നില്ല. ഒരു കുറച്ച് ജീരകം, ഒരു പൊടിക്ക് ജീരകം ഇതുപോലെ അങ്ങോട്ട് എന്താ പൂപ്പല് പോകാനാ പൊടിക്ക് ജീരകം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ടോ നിക്കട്ടെ. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ ഉള്ളി അങ്ങോട്ട് ഇതിലേക്കാണ് തട്ടി കൊടുക്കുക. തട്ടിക്കോ എനിക്ക്. വലിയ ഉള്ളി സവാള. ആ വലിയ ഉള്ളി സവാള എന്ത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇത് എത്തി നോക്കുന്നത് അവിടെ ആ വീട് പണി എടുക്കണ്ടല്ലേ, അതാണ് നോക്കണേന്ന് തോന്നുന്നു. ഞങ്ങൾക്കൊരു അവിടെ ഒരു വീട് വരുന്നുണ്ട് കണ്ട. ഇനി ഇവിടെയൊന്നും വരില്ല, ഇത് വയലാണ്. അതിനപ്പുറം ഒരു വീട് വരുന്നുണ്ട്. അതെ, അത് പറമ്പാണ്. അപ്പൊ അതാണ് അമ്മ ഇങ്ങനെ നോക്കുന്നത്. പണിക്കാരില്ല അല്ലേ അവിടെ? അതെ. അപ്പൊ വീട് വേഗാവട്ടെ, ഉള്ളി വാടട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളിപ്പോ കുറച്ചൊരു ഇപ്പൊ ഉള്ളിക്ക് വേണ്ടി മാത്രം ഇട്ടോ. ഉള്ളി വാടാൻ വേണ്ടിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് നോക്കിയിട്ടില്ല. അതെ. അടുത്തതായിട്ട് ചെറുള്ളി. ചെറുള്ളിയാണ് ഇതിനകത്ത് മെയിൻ ടേസ്റ്റ്. ചെറുള്ളും കൂടി അങ്ങോട്ട്
ചെറുള്ളി അല്ലേ? ചെറിയ ഉള്ളിയും കൂടി ആണ് തട്ടി കൊടുക്കുക ഇതിൽ കൂടി. രണ്ടു കൂടി കിടന്നിട്ടാണ് വാടുമ്പോഴാണ് ഇതിന്റെ ഒരു രുചി വരിക കേട്ടോ. വേറെ ഒരുപാട് ഐറ്റംസുകളൊന്നും ഇല്ല, ഇത് തന്നെയാണ് മെയിൻ. അവിടെ ഇത് കുറച്ച് കൂടുതൽ വേണം. അച്ഛൻ തേങ്ങ പൊട്ടിക്കുന്നുണ്ട്, തേങ്ങ വെള്ളം കുടിക്കാൻ കാത്തിരിക്കണേ. ആ പൊട്ടട്ടെ, പൊട്ടട്ടെ, ഒഴിച്ചോ. അയ്യോ, ആഗ്രഹിച്ച സമയത്ത് ഉള്ള വെള്ളം കുടിച്ചോട്ടെ, നല്ലതാണ് നോട്ടെ. തരി മധുരമില്ല, ഒരു തരി മധുരമില്ല, പുളി മാത്രം. പുളിയില്ല, പുളി മാത്രം. അതെ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇടാനുള്ള സമയമായിരുന്നു. നമ്മുടെ ഉള്ളിയൊക്കെ കുറച്ച് വാടി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ ഇട്ട് കൊടുക്കുക. അതെ, എന്നിട്ട് ഒന്നും കൂടി അങ്ങോട്ട് മൂടി വെച്ച് ഇളക്കി മൂടി വെച്ചാൽ സംഭവം ഉള്ളി വാടി കിട്ടും. പുഴുങ്ങാൻ വെച്ച കപ്പ എന്തായാലും നോക്കി എനിക്ക് എന്റെ അവസ്ഥ നോക്കി നോക്ക്. അവര് ലേശം മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് കാറ്റടിക്കാതിരിക്കാനാണ് സൈഡിൽ ഇപ്പൊ അലകൊക്കെ വെച്ചേക്കണത്. ഇതിവിടെ തേങ്ങ ചിരണ്ടുന്നുണ്ട്, അതിനൊക്കെ തിന്നുന്നുണ്ടോ തേങ്ങ എടുത്തിട്ട്? തേങ്ങ ചിരണ്ടുന്നുണ്ട്. ഞണ്ട് ഇവിടെ എടുക്കാനായ അങ്ങോട്ട്, ഞണ്ടങ്ങോട്ട് കൊണ്ടുവരട്ടെ എനിക്ക്, ഞണ്ടങ്ങോട്ട് കൊണ്ടു കൊടുക്കാം. അപ്പൊ അതായത് നമ്മുടെ ഉള്ളിയൊക്കെ അത്യാവശ്യം പാടി വന്നിട്ടുണ്ട്. ഇനി തക്കാളി അങ്ങ് തട്ടിക്കൊടുക്ക. ഓക്കെ, ഈ തക്കാളിയും ഉള്ളിയും കൂടി അവിടെ വാടി വന്ന് കഴിയുമ്പോൾ ഇവിടെ കിഴങ്ങ് വെന്തുകൊണ്ടിരിക്കുന്നു, ഇവിടെ ഉള്ളി വാടിക്കൊണ്ടിരിക്കുന്നു. അച്ഛനും നികിയും കൂടി ഇവിടെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. കറിവേപ്പില അതെ അങ്ങോട്ട് കൊടുക്കുക, കുഴപ്പമില്ല, കറക്റ്റ് സമയമാണ്. പിന്നെ നമുക്ക് മസാലകളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ലേശം മഞ്ഞപ്പൊടി, കാശ്മീരി മുളക് പൊടി ആയിട്ട് ഇടണം. നമുക്ക് അത്യാവശ്യം കളർ വേണം ഇതിന്, ആ ഒരു കളർ ഉണ്ടെങ്കിൽ അതിന് ഭംഗി ഇട്ട് കൊടുക്കും. അപ്പൊ കാശ്മീരി മുളക് പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും അങ്ങ് ഇട്ട് കൊടുക്കുക. ഇവിടെ ഇടാൻ ഒരാള്, ഇളക്കാൻ ഒരാള്, എല്ലാം സെറ്റ്. വീഡിയോ എടുക്കാൻ ഒരാള്. കുറച്ച് ഇറച്ചി മസാലയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക, ഒരു ടേസ്റ്റ് ഇരിക്കട്ടെ. അപ്പൊ നമ്മുടെ മസാല നല്ല കുഴമ്പ് രൂപത്തിൽ നല്ല കളറായിട്ട് ഇങ്ങ് വന്നിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ഇടുന്ന കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം, നമ്മുടെ ഞണ്ട്. ഒരു കുറച്ച് അതിന്റെ വെള്ളമൊക്കെ ഉണ്ട്, വെള്ളം എന്ന് വെച്ചാൽ അതിന്റെ വെള്ളം, ഞണ്ടിന്റെ വെള്ളമാണ്. അതൊക്കെ കൂടുതൽ ഇതിലൊക്കെ തട്ടിയാണ് കൊടുക്കുക കേട്ടോ നമ്മുടെ മസാലയിലേക്ക്. അതിന്റെ മറ്റേ പൊന്നും കളിയും എല്ലാ സാധനം കൂടി വരുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് വരിക. എല്ലാം ഉണ്ട്. പൊന്നിനൊക്കെ ഇപ്പൊ എന്താ വില അല്ലേ? ഇനി ഇതാവുന്ന ഇളക്കി കൊടുത്താ ഇത് മാറ്റാ, ഇതൊന്ന് മാറ്റി പിടിച്ചിളക്കാ. ഇത് നമ്മുടെ മസാലയിൽ ഈ ഞണ്ടങ്ങട് ചെറുങ്ങനെ ഒന്നങ്ങോട്ട് സെറ്റ് ആവണം കേട്ടോ, എന്നാലാണ്. എന്നിട്ട് നമുക്ക് ഇതിനകത്തൊരു മെയിൻ സാധനം ഒഴിക്കാനുണ്ട്, കുരുമുളക്. പിന്നെ ലാസ്റ്റിലായാലും കുഴപ്പമൊന്നുമില്ല, അത് ലേശം തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം മസാലയായിട്ട് നല്ലോണം യോജിപ്പിച്ചിട്ട് ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കൊരു സാധനം കൂടി ഒഴിക്കാനുണ്ട്. അത് ഒഴിക്കുമ്പോൾ കാണിച്ചു തരാം. വേറെ ഒന്നുമല്ല, നിങ്ങൾ കണ്ടല്ലോ തേങ്ങാപ്പാൽ. നമ്മൾ പറഞ്ഞ സാധനം എനിക്ക് മന്ദം കൊണ്ടുവന്ന തേങ്ങാപ്പാൽ നമ്മുടെ ഇതിലേക്ക് അവിടെ ഒഴിച്ചു കൊടുക്കുക. ഞണ്ടും മസാല കൂടി അവിടെ ഒഴിച്ചു കൊടുക്കുക. ഇതിൽ കിടന്നിട്ട് നമ്മുടെ ഞണ്ട് അങ്ങോട്ട് വെന്ത് പറ്റണം, എന്നാലാണ് അതിന്റെ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. നല്ലോണം ഇളക്കി കൊടുത്താ നമ്മുടെ ഞണ്ടെല്ലാം മസാല കിടന്ന് ഇങ്ങനെ മറിയുന്നുണ്ടോ. ഓഹോഹോ, കാണുമ്പോ തന്നെ കൊതി വരാൻ തുടങ്ങി ഗൈസ്, കാണുമ്പോ തന്നെ കൊതി വരാൻ തുടങ്ങി. നല്ല വലിയ ഞണ്ടും എല്ലാം കൂട്ടി ഇന്നൊരു പിടുത്തം പിടിക്കും അല്ലേ? ഉടക്ക്. ആ ഇവിടെ നല്ല കപ്പ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതങ്ങനെ ഉടച്ച് സലീല എടുക്കുന്നുണ്ട്. രണ്ട് മുങ്ങിയേക്കല്ലേ സലീല, നമുക്ക് ഞണ്ടിന്റെ ഒപ്പം വേണ്ടതാണ് കേട്ടാ. ഇതില്ലേ സജീഷിന്റെ പേരിൽ യാതൊരു കുറ്റവും വരാൻ പാടില്ല. എന്ത് കുറ്റം ഉണ്ടെങ്കിലും ഞാനും നീ ഏറ്റെടുത്തോളൂ. അച്ഛനും മോനും ഒരു കുറ്റം ഉണ്ടാവൂല, അവരൊക്കെ തെളിഞ്ഞ ആൾക്കാരാണല്ലേ. എന്തായി കാണുന്നത്? കൊതി വരാൻ തുടങ്ങിയല്ലോ. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ക്ഷമിക്കണം കേട്ടാ, ഇത് കണ്ടു ഞങ്ങൾക്ക് തന്നെ കൊതി വരുന്നു. അപ്പൊ നമുക്ക് പിന്നെ കഴിക്കാന്നുള്ള ആശ്വാസമുണ്ട്. വിചാരിച്ചിട്ടല്ല, എന്താ ചെയ്യാ, ഇങ്ങനെ ഓരോന്ന് കിട്ടുമ്പോ ഞങ്ങൾ അത് കൊറേ കാലം കൂടി കിട്ടിയതാ കഴിച്ചത് പോലെ. സത്യം പറഞ്ഞ കരിമീനും എത്ര മാസമായി? 4 മാസങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അതെ സത്യം. ഞണ്ടും ചെമ്മീനും കൂന്തലും എല്ലാം കൂടി വളർത്തി എന്നെല്ലാം പറഞ്ഞ വീഡിയോ എല്ലാം കാണിക്കുമ്പോ ഞാൻ പറയലാന്നു
ഒരു 2 ഞണ്ട് ഞങ്ങൾക്കും കൊണ്ടുത്താ. ഞങ്ങൾ എത്ര കാലായി ഞണ്ട് കഴിക്കാത്ത. അച്ഛൻ ഇന്നലെ 50 ഉറുപ്പ്യന്റെ മത്തി വാങ്ങിയിട്ട് മീൻ മുറിച്ച് കഴിഞ്ഞിട്ട് 50 ഉറുപ്പ്യന്റെ മത്തിന്ന് ഞങ്ങ 1000 രൂപ ഞണ്ട് പിടിച്ചു. ഞങ്ങളല്ല മേടിച്ചു മുഴുവൻ അച്ഛനാ. ഓ ഒന്നങ്ങോട്ട് പറ്റി വരുമ്പോ ഇതിന്റെ ഒരു ടേസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയ ഗൈസ്. ഇനി ഇതിലേക്ക് കയ്യില ഇതെന്താ ഇത് നമ്മുടെ കിഴങ്ങ് ഇതാക്കാൻ വേണ്ടിട്ട് താളിക്കാൻ വേണ്ടി കിഴങ്ങ് ഉപ്പുമാവ് പോലെ ആക്കാൻ പൊടിച്ചിട്ട് അതിനോട് താളിക്കാൻ വേണ്ടിട്ട്. അടിപൊളി കൊതിയാന്ന്. എന്താന്നല്ല കൊറേ ആയിട്ട് ഞണ്ട് കൂട്ടാത്തോണ്ടാണെന്നറിയില്ല, ഇന്ന് ഭയങ്കര കൊതി കാണുമ്പോ. വേണ്ടടി കണ്ടിട്ടാ രസമുണ്ടാ? നോക്കട്ടെ. നമ്മുടെ കപ്പ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടാ. സംഭവം പൊളിക്കും. കപ്പ ഇവിടെ അമ്മ എടുത്ത് പിടിച്ചിട്ടുണ്ട്, ഉടച്ച് സെറ്റാക്കിയിട്ട്. ഇനി ഇതിലേക്ക് അങ്ങോട്ട് തട്ടിക്കൊടുത്ത് ഇതും കൂടി അങ്ങോട്ട് സെറ്റായി കഴിഞ്ഞാൽ സംഭവം കളറായി കഴിക്കും. കിഴങ്ങിലേക്ക് തേങ്ങയും കൂടി അങ്ങ് തട്ടിക്കൊടുത്തിട്ടുണ്ട്. സംഭവം സെറ്റായി. ഞണ്ട് സെറ്റായി കുറുകിയിട്ടുണ്ട്. ലേശം പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ അതെ അതെ ഓഫായിക്കോ. ഇത്ര മതി. ചൂടാറി കഴിയുമ്പില്ലേ ഒന്നും കൂടി കുറുകും. മനസ്സിലായോ? ആഹാ കാണിച്ചേ എടുത്ത ചട്ടകത്തില്. ഓ എന്റെ ദൈവമേ, സത്യം പറ എത്ര പേർക്ക് വായിൽ വെള്ളം വന്ന് കമന്റ് ഇട്ടോ? വായിൽ വെള്ളം വന്നവരൊക്കെ കമന്റ് ഇട്ടോ? ഞണ്ട് ഇഷ്ടമല്ലാത്തവരുണ്ടാവേ, അവർക്ക് വായിൽ വെള്ളം വരില്ല. അവർക്ക് ഇത് കാണുമ്പോ അതെ അതെ ഇഷ്ടമല്ലാത്ത ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇഷ്ടമുള്ള നമ്മളെപ്പോഴുള്ള സംസാരം അങ്ങനെ പറഞ്ഞോട്ടു. പറയുന്നവർക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാരെയും നന്നാക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇവിടം വരെ എത്തിയത് അത്രേ ഉള്ളൂ. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് അതെപ്പോഴും ഉണ്ടാവും. നമ്മളൊരു ഫംഗ്ഷന് നല്ല അടിപൊളിയിൽ ഒന്ന് പോയാ അപ്പൊ ഇഷ്ടമില്ലാത്തവര് തുടങ്ങും. നിഗി ബോറായി അത് പോട്ടെ. നിഗിക്ക് മേക്കപ്പ് കൂടുതല്. ഇപ്പൊ ബിനീഷ് ബാസിനെല്ലാം പോലത്തെ ഇത്രയും സെലിബ്രിറ്റികൾ വരുന്നവരെ ഒരു കല്യാണത്തിന് ഞാൻ ഇങ്ങനെയാണോ പോണ്ടത്? ഞാനൊരു നമ്മളെ പരിചയത്തിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോ അപ്പൊ പാർലറിൽ പോയി ഒരുങ്ങുന്നവര്. ഞങ്ങളൊരു പാർലറിൽ ഒരുങ്ങാൻ പോക്കില്ല. ഇനി നിങ്ങളെ വീഡിയോയിൽ ലൈക്കും തരൂല, കമന്റും തരൂല. ഇനി നിങ്ങളെ വീഡിയോ കാണൂല. കല്യാണത്തിന് വൃത്തിക്ക് പോയതുകൊണ്ട് എന്റെ അമ്മ പണ്ട് മറ്റേ മുണ്ടും ബ്ലൗസ് ഇട്ട് കിടന്ന ആളാണ്. എന്റെ ഓർമ്മയില് അമ്മ മുണ്ടും ബ്ലൗസ് ആണ് വയറ് കാണിച്ചിട്ട്. ഞാൻ എന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എപ്പോഴും പണ്ട് ചെറുപ്പത്തിൽ എനിക്ക് ഇപ്പോഴും എന്റെ അമ്മേന്റെ വയറ് പിടിച്ചിട്ട് ഇങ്ങനെ ചുളിഞ്ഞു കിടക്കും. അപ്പൊ ഞാൻ പോയിട്ട് ഉമ്മ കൊടുക്കും, ഇങ്ങനെ അടുത്ത് പോയി നിൽക്കുക പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അമ്മ മുണ്ടും ബ്ലൗസും ഇടല്. അന്ന് എല്ലാവരും അങ്ങനെയാണ്. അമ്മ അത് മാറി മാക്സി ആയി. പണ്ട് മാക്സി ഇട്ട് വന്നപ്പോ എല്ലാവരും പറഞ്ഞിരുന്നു മാക്സി ഫാഷനാന്ന് പറഞ്ഞിരുന്നു കുറെ കാലം. പിന്നെ ഇവരൊക്കെ മാക്സി ആയി. നല്ല ഡ്രസ്സല്ലേ, ഇവർക്ക് കംഫർട്ടായിട്ട് ഇടാൻ പറ്റിയില്ലേ. ഇപ്പൊ അമ്മതെ ഇപ്പൊ 2 വർഷമായിട്ട് 1 വർഷമായിട്ട് ചുരിദാർ ഇടുന്നുണ്ട്. ഇതിങ്ങനെയാണ്, ഇതെല്ലാരും മാറി വരും. എന്ന് വെച്ചാൽ നമ്മളെല്ലാരും തുണിയിലാണ് കിടക്കണം എന്നല്ല അർത്ഥം. നമുക്ക് പറ്റിയ മാന്യമായ ഡ്രസ്സ് എപ്പോഴും ഇടാം. ഇപ്പൊ നമ്മള് കല്യാണത്തിന് നികിട്ട ലാച്ച എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല ഫുള്ളുള്ള ഒരു വൃത്തികേടില്ലാത്തൊരു ലാച്ചയായിരുന്നു. അപ്പൊ അത് ഇട്ട് വെറുതെ ഒരു ഇതിട്ടിട്ട് ഒരു മറ്റൊരു ഫേസ് വാഷ് എന്നാ മോയ്സ്ചറൈസർ എന്തോ ഇട്ടുണ്ട് പോയപ്പോഴേക്കും മേക്കപ്പ് ഓവർ. ഇനി നിങ്ങളുടെ വീഡിയോ കാണൂല. എന്ത് ജനങ്ങളാ. പോട്ടെ, അതൊക്കെ പോട്ടെ. അപ്പൊ നമുക്ക് നമ്മുടെ കറിയിലേക്ക് വരാം. ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ്. ഇന്നത്തെ നമുക്ക് എല്ലാം സെറ്റായി വിടാം. അങ്ങനെ ഇതാ നമ്മുടെ സംഭവങ്ങളൊക്കെ കൂടെ സെറ്റായി. നമുക്ക് കഴിക്കാൻ വേണ്ടി നമ്മള് സെറ്റായി. ഇതാ അച്ഛന് ചോറ് വേണമെന്ന് അച്ഛൻ പറയണത്. എന്തുണ്ടായാലും ചോറ് ആളച്ഛൻ. ഞങ്ങള് ഇവിടെ നല്ല കപ്പ ഇതുപോലെ അങ്ങോട്ട് വായലെല്ലാം ഇട്ടിട്ട് കണ്ട. അതെ, ഈ കപ്പ ഞങ്ങള് മിക്കവാറും തീർക്കും. ഇത് വായലിട്ട് നല്ല ഞണ്ടും കൂട്ടി നമ്മുടെ കറി കണ്ട നല്ല സെറ്റായിട്ടാ. കണ്ടാ കറി നല്ല എന്താ പറയണ്ടേ, നല്ല കണ്ട ചാറൊക്കെ നല്ല കുഴമ്പായി. നോക്കി ഞാൻ കാണിച്ചു തരാം. നോക്കി കണ്ട നല്ല ടൈറ്റ് ചാറായി. ടൈറ്റ് ചാറ് അല്ല ഇതൊക്കെ എനിക്ക് ടൈറ്റ് ചാറ്. നല്ല ഞണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ഷാപ്പിലെ ഞണ്ട് കറി. അതാണ് നമ്മൾ ആക്കിയത്. സംഭവം നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്, അതുപോലെ തന്നെ ആയിട്ടുണ്ട്. പിന്നെ നല്ല ഞണ്ടുമായി. അല്ല പിള്ളേർ വരുന്നല്ല, ഞങ്ങളിത് തീർക്കുന്ന പച്ചൻ പറയും പിള്ളേർ വരുവേന്ന്. ഇല്ല, ഇന്ദ്രപ്പനും തുകുവനും നല്ല വലിയൊരു കാലും 2 കഷ്ണവും ഞങ്ങൾ മാറ്റി വെക്കും അല്ലേ. ബാക്കി ഞങ്ങൾ തീർക്കും. സന്ധ്യക്ക് ഇത് കണ്ടിട്ട് കൊതിക്കട്ടെ. അവരെപ്പോഴും അതെ അതെ. അപ്പൊ ഇടാൻ വേണ്ടി പോയി. എനിക്ക് തന്നെ ആദ്യം കൊടുത്തിട്ടുണ്ട് അച്ഛൻ നല്ലൊരു ഞണ്ടും പിന്നെ നമ്മുടെ കിഴങ്ങും. എനിക്ക് എന്നെ പിടിച്ചിട്ട് എങ്ങനെ ടേസ്റ്റ് നോക്കട്ടെ. എങ്ങനെയുണ്ട്?
സംഭവം ഉണ്ട് ഒന്നും പറയാനില്ല, അടിപൊളി കറി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാന്ന് ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നോക്കട്ടെ, തേങ്ങാപ്പാലിന്റെയും ഉള്ളിന്റെ മധുരവും ഇതും എല്ലാം കൂടി ആയിട്ടില്ലേ നല്ല നമ്മൾ ഇതുവരെ വെക്കാത്തൊരു ഞണ്ട് കറി. അതെ, അടിപൊളി. അയ്യവാ, ഒരു പിടുത്തം പിടിച്ചേമ്മേ. എനിക്ക് കൊതിയായിട്ട് വയ്യ, നിങ്ങൾ കഴിച്ച ടേസ്റ്റ് എടുത്തിട്ട് ഞാൻ കഴിക്കാൻ ചിക്കുന്നു. എനിക്ക് ചെറുത് മതിയമ്മേ, ചെറുതായിട്ടുള്ള ചെറുത് മതിയല്ലോ. എന്തിനാണ് എനിക്ക് വലുതിടണേ, ഞാൻ പിടുത്തം പിടിച്ചോ രണ്ടോക്കെ അങ്ങനെ തന്നെ കഴിച്ചു. രണ്ടു സത്യം പറഞ്ഞ കഴമ്പുളയുണ്ടോ, നല്ല കഴമ്പുളയാണ്. കഴമ്പ് തിക്ക് കഴമ്പടി. എന്നാലും എൻ്റെ ഞണ്ടേ ഒടിച്ചങ്ങ് എടുക്കട്ടെ. കണ്ടാ കഴമ്പ് അങ്ങോട്ട് തിങ്ങിയിട്ടവളെ ഞണ്ടില് അച്ഛൻ കഴിക്കട്ടാ. അച്ഛാ കഴിച്ചിട്ട് എന്താ അവസ്ഥ എന്ന് പറഞ്ഞേ? അച്ഛൻ ചോറിനാണ് കപ്പ കഴിച്ച അച്ഛൻ? നല്ല ആള്, സൂപ്പർ അല്ലേ? അച്ഛൻ ചോറ് മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ, എന്നിട്ടാണ് കപ്പ കഴിക്കുന്നത്. ഈ ഞണ്ടുങ്കാലൊക്കെ കണ്ട നിനക്ക് കയ്യിലുള്ള പൊട്ടിക്കാനായിട്ട്? എനിക്ക് പല്ലിന് കമ്പിയിട്ടോണ്ട് പൊട്ടിക്കാനില്ല. പൊട്ടുന്നില്ല, പല്ല് പോവും ചെലപ്പോ. വേറെ എന്തെങ്കിലും കൊണ്ടാമേ പൊട്ടിക്കാൻ കഴിയുന്നില്ല. പിടി കൊണ്ട് പൊട്ടിക്കട്ടെ. പൊട്ടി ഗൈസ്. എൻ്റെ അമ്മ, ഒരു കാര്യം, ഒരു ഞണ്ടുംകാലം പൊട്ടിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടായിപ്പോയല്ല. രണ്ട് കൈ ചീത്താക്കണ്ടല്ലാന്ന് വിചാരിച്ചു, രണ്ട് കൈയും ചീത്തയായി. രണ്ട് കൈയും ചീത്തയാവും. നല്ല കഴമ്പാണ് ഗൈസ്. രണ്ട് പിടിച്ചാൽ മാത്രം പറയാം, രണ്ട് തിന്നണതും കൂടി കാണിക്കണം. നല്ല എൻ്റെ ഒരു നമ്മൾ കഴിക്കട്ടെ ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും വേറെ എന്താ ഇനിയിപ്പോ ഇനി മക്കൾ വന്ന് കഴിയുമ്പോൾ ഇത് കൊടുക്കുന്നതല്ലേ ഉള്ളൂ. അപ്പൊ ഈ ഞണ്ട് വ്ളോഗ് നമുക്കിവിടെ വൈൻഡ് അപ്പ് അടിച്ചാലോ? ഇന്നലെ ഞണ്ട് പിടിക്കുന്നത് മുതലുള്ള വ്ളോഗാണ്. അതെ, പിന്നെ ഞണ്ടിന കറിയും വെച്ച് കഴിച്ച് എല്ലാരും കൂടി. അപ്പൊ ഓക്കെ, ടാറ്റ പറഞ്ഞാ, അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടാറ്റ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ഗൈസ്, ഓക്കെ.